Hello, good morning, and once again, welcome back to Edumas. ഇപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മുമ്പെയുള്ള ക്ലാസ്സുകളുടെ എല്ലാം ലിങ്കും അവൈലബിൾ ആയി. ഇനി നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യ ഭാഗത്ത് ആണ് ഇതിൻ്റെ തിയറി കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഈ പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് GST എന്ന് പറയുന്ന ഏരിയയിൽ പ്രോബ്ലം വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലുസ്ട്രേറ്റ് ഈ 3 കാര്യങ്ങൾ IGST, CGST, SGST എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് വിത്ത് ഇല്ലുസ്ട്രേഷൻ. ഈ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ചോദ്യം ചിലപ്പോൾ വന്നേ കഴിഞ്ഞാൽ അതല്ല നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ആ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആ തിയറി കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു 8-10ഓളം ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഇതാണ്, കാൽക്കുലേഷൻ ഓഫ് GST ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അതിലെ സോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യമായി കൊണ്ട് നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, അതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നോക്കാം. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ സംഭവിക്കുന്നത് എവിടെയാണ്? അകത്താണ്. അതായത് ഈ സപ്ലയറും റിസീവറും സ്റ്റേറ്റിനകത്തുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അറ്റ് ദ ടൈം ഓഫ് ലോക്കൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഈ ലോക്കൽ സപ്ലൈ നടക്കുന്ന സമയത്ത് സപ്ലയർ വുഡ് ചാർജ് ഡുവൽ GST ആണ് ചാർജ് ചെയ്യുക. അതായത് CGSTയും SGST ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അത് ഏതാണോ ആ ഒരു പർട്ടിക്കുലർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എങ്കിൽ അതിന് അനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ബാധകമായിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മളത് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബൈ അജിത്ത് ടു ബിജു. അജിത്ത് എന്ന് പറയുന്ന സെല്ലറാണെന്ന് വിചാരിച്ചോ, അത് ബിജു എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് സാധനം വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ അജിത്ത് സെല്ലറും ബിജു കസ്റ്റമറുമാണ്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ പർട്ടിക്കുലേഴ്സ് ഉണ്ട്, എമൗണ്ട് ഇൻ റുപ്പീസ് തന്നിട്ടുണ്ട്, വാല്യൂ ചാർജ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയോ വിറ്റു. അപ്പോൾ അതിൻ്റെ വാല്യൂ ചാർജ് ചെയ്തിട്ടുള്ള 10,000 രൂപയാണ്. ഇനി ഇതിനോട് കൂടെ ഈ അജിത്ത് എന്താ ആഡ് ചെയ്യും? GST ആഡ് ചെയ്യും. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് 2 റേറ്റ് വരും. CGST ഉണ്ടായിരിക്കും, SGST ഉണ്ടായിരിക്കും. CGST അറ്റ് ദ റേറ്റ് ഓഫ് 9%. റേറ്റ് അസ്യൂംഡ് റേറ്റ് ആണ്. 5-ഓ 9-ഓ നമുക്ക് എങ്ങനെ എക്സാമ്പിൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നിലവിലുള്ള GST റേറ്റിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ 9% ആണ് എങ്കിൽ ഈ 10,000-ന്റെ 9% 900 രൂപ വരും. ഓക്കെ, അപ്പോൾ CGST 900, അതുപോലെ തന്നെ SGSTയും 9%, അതും 900 വരും. ഏതിന് 900 വരിക? എത്രയാണോ വാല്യൂ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ പുറത്താണ് ഈ GST റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? 10,000, അപ്പോൾ അവിടെ 900. ഇനി ടോട്ടൽ പ്രൈസ് ചാർജ്ഡ് ബൈ അജിത്ത് ഫ്രം ബിജു ഫോർ ലോക്കൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇനി അപ്പോൾ ടോട്ടൽ ഈ അജിത്താണല്ലോ വിൽപ്പനക്കാരൻ, ഇദ്ദേഹം ബിജുവിൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും? 10,000 രൂപ വസ്തുവിൻ്റെ സപ്ലൈയുടെ വാല്യൂ സപ്ലൈയും 2 ടാക്സ് റേറ്റ് ഉൾപ്പെടെ 11,800 രൂപ. അപ്പോൾ ബിജു അജിത്തിന് എത്ര കൊടുക്കും? 11,800 രൂപ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അതിൽ 10,000 രൂപ ആ സപ്ലൈയുടെ വാല്യൂവും അതുപോലെ തന്നെ 900-ഉം 2,900 വന്നത് എന്താണ്? ടാക്സുമാണ്. ഓക്കെ, അപ്പോൾ ബിജുവിനെ സംബന്ധിച്ചോളം 11,800 രൂപ അതിന് ചിലവായി. ഇനി ഇവിടെ താഴെ കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പോകാം. CGST ആൻഡ് SGST ചാർജ് ഓൺ ബിജു ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് വിൽ ബി റെമിറ്റഡ് ബൈ അജിത്ത്. ഇനി ഈ 900 കളക്ട് ചെയ്തല്ലോ, ആര് കളക്ട് ചെയ്തു? അജിത്ത് കളക്ട് ചെയ്തു. ഇത് അജിത്ത് അടയ്ക്കും ടു ദ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട് ഓഫ് ഗവൺമെന്റിന്റെ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിലേക്ക് ഈ പൈസ അജിത്ത് അടച്ചു കൊടുക്കും. അജിത്ത് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അജിത്ത് ഫസ്റ്റ് സ്റ്റേജ് സപ്ലയർ ആണ്. അജിത്തിന് മുമ്പ് ഒരാളില്ല, അജിത്താണ് ആദ്യമായിട്ട് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അജിത്തിന് എന്തില്ല? ക്രെഡിറ്റ് ഓഫ് CGST, SGST ഓർ IGST, ഈ പറയപ്പെട്ടതിലുള്ള ടാക്സിലൊന്നും ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ മനസ്സിലാക്കാം.
ചുരുക്കത്തിൽ ഇവിടെ അജിത്തിന് അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. അദ്ദേഹം ഈ കളക്ട് ചെയ്ത തുക നേരിട്ട് എവിടേക്ക് അടക്കുന്നു? ഗവൺമെന്റിലേക്ക് അടക്കുന്നു. 900 സെൻട്രൽ ഗവൺമെന്റിലേക്കും 900 സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും അതിൽ ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് അദ്ദേഹം അടക്കുന്നു എന്നർത്ഥം. ഓക്കെ, കളക്ട് ചെയ്ത ടാക്സിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനില്ല. അദ്ദേഹം ആ പണം മൊത്തത്തിൽ ആർക്കടക്കുന്നു? സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൺസേൺഡ് അക്കൗണ്ടുകളിലേക്ക് അടക്കുന്നു. ഇതോടുകൂടെ അജിത്തിന്റെ ഇടപാട് അവസാനിച്ചു. ഇനി ഈ സാധനങ്ങൾ ബിജു വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇനി ഈ സാധനങ്ങൾ ബിജു ചന്ദ്ര എന്ന് പറയുന്ന അടുത്തൊരു വ്യക്തിക്ക്, ഇപ്പൊ ബിജു ഒരു കച്ചവടക്കാരനായേക്കാം, ചന്ദ്ര എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് സപ്ലൈ ചെയ്യാണ്. ഇദ്ദേഹം വാല്യൂ അഡീഷൻ ചെയ്യുന്നത് 20% ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അത് തിയറി ഞാൻ വായിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് ഈ ഒരു റേറ്റ് കിട്ടിയാൽ മതി. 20% ആണ് വാല്യൂ അഡീഷൻ. അപ്പൊ ബിജു അത് ആർക്ക് സപ്ലൈ ചെയ്യുന്നു? ചന്ദ്രക്ക് സപ്ലൈ ചെയ്യുന്നു മനസ്സിലാക്കുക. അപ്പൊ എത്ര വാല്യൂ ചാർജ് ചെയ്യും? വാല്യൂ ചാർജർ ഫോർ ദ സപ്ലൈ വിൽ ബി 10,000 ആണ്. അതായത് അദ്ദേഹം വാങ്ങിക്കൊണ്ടുവന്നത് എത്ര രൂപക്കായിരുന്നു? മുമ്പത്തെ സ്ലൈഡിലേക്ക് ഞാൻ ഒന്നുകൂടെ പോവാം. ഇദ്ദേഹത്തിന് ചെലവായ തുക എത്രയാണ്? 11,800 ആണ് ആക്ച്വലി ബിജുവിന്. ഈ 11,800 പുറത്തല്ല അദ്ദേഹം ടാക്സ് ചാർജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് മുമ്പേ ചാർജ് ചെയ്യുന്ന സിസ്റ്റം ആണല്ലോ. GSTയിൽ അങ്ങനെയല്ലല്ലോ. ആക്ച്വൽ എത്രയാണോ അതിന്റെ സപ്ലൈയുടെ വാല്യൂ വന്ന് അതിന്റെ പുറത്താണ് വാല്യൂ അഡീഷൻ വരിക. അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് അല്ലേ അല്ലെങ്കിൽ സംഭവിക്കുന്നത്. 11,800 പുറത്ത് വീണ്ടും ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ ടാക്സ് വാല്യൂ ഇൻവോൾവ് ആണ്. അപ്പോൾ GST അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാനല്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ടാക്സ് വാല്യൂ കാണേണ്ടത് ഏതിന്റെ പുറത്താണ്? അതിന്റെ ഒറിജിനൽ വാല്യൂവിന്റെ പുറത്താണ്. അത് 10,000 ആയിരുന്നു. അതിന്റെ പുറത്ത് 20% ഇദ്ദേഹം ചാർജ് ചെയ്യും. അപ്പോൾ 10,000ന്റെ പുറത്ത് 20% ചാർജ് ചെയ്താൽ അത് 12,000 രൂപയാവും. ഓക്കെ, കാരണം ഇവിടെ വാല്യൂ അഡീഷൻ വന്നു. 20% ആ കൊണ്ടുവന്ന സാധനത്തിലേക്കുള്ള വാല്യൂ അഡീഷൻ വരികയാണ്. അങ്ങനെ അതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയായിട്ട് മാറും? 12,000 ആയിട്ട് മാറുന്നു. ഇതിന്റെ പുറത്ത് പിന്നീട് ഇദ്ദേഹം CGST SGST ചാർജ് ചെയ്യും. അദ്ദേഹം അത് സെയിൽ ചെയ്യാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് അദ്ദേഹം സെയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്ത് 9%, ആ 12,000ന്റെ പുറത്ത് 9% വരുമ്പോൾ അത് അസ്യൂംഡ് റേറ്റ് ആണ് 1,080. അസ്യൂംഡ് റേറ്റ് എന്ന് മനസ്സിലായല്ലോ? നമ്മളൊന്ന് സങ്കല്പിച്ചെടുക്കുകയാണ് അത്രയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 5% വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതുപോലെ SGST at 9%, അതും 1,080 വരും. അങ്ങനെ ടോട്ടൽ പ്രൈസ് ചാർജ്ഡ് ബൈ ബിജു. അങ്ങനെ ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി മൊത്തം ചാർജ് ചെയ്യുന്നത് 14,160 രൂപയായിരിക്കും. ആരുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്? ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്ര എത്ര കൊടുക്കും ബിജുവിന്? 14,160 രൂപ കൊടുക്കും. അപ്പൊ അതോടുകൂടെ ആ ഇടപാടുകൾ മൊത്തം തീർന്നു വിചാരിച്ചോ? അപ്പൊ ഈ ഒരു ചന്ദ്ര അതിന്റെ അൾട്ടിമേറ്റ് കൺസ്യൂമർ ആയിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം അത് ആർക്കും സപ്ലൈ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതോടുകൂടെ സപ്ലൈയുടെ അവർ അവസാനിച്ചു. അദ്ദേഹം ആ പ്രോഡക്റ്റ് വാങ്ങി കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും വിചാരിക്കാം. ഇനി നമ്മളിവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് CGST SGST പേബിൾ ബൈ ബിജു ടു ഗവൺമെന്റ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടല്ലോ, അജിത്തിന്റെ കേസിൽ കണ്ടു. അജിത്ത് ആ കളക്ട് ചെയ്ത് 2,900 രൂപ എടുത്തിട്ട് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിലെ അക്കൗണ്ടുകളിലേക്ക് അടക്കും. ഇവിടെ ബിജുവും ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ബിജു എത്ര അടക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ബിജുവിന് ഇവിടെ എന്തുണ്ട്? ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തുകയായിരിക്കും ഇദ്ദേഹം ഗവൺമെന്റിലേക്ക് അടക്കുക. അപ്പൊ അതെങ്ങനെയാ വരിക എന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് CGST SGST പേബിൾ ബൈ ബിജു ടു ഗവൺമെന്റ്. അപ്പൊ ആദ്യം എന്താ എഴുതുക? CGST പേബിൾ. ഇവിടെ എത്ര CGST ഇദ്ദേഹം കളക്ട് ചെയ്ത് മുകളിൽ നോക്കിയാണ് 1,080 ആണ് കൊടുക്കാൻ ഉള്ളത് അല്ലെ. ഈ കസ്റ്റമർ കയ്യിൽ നിന്ന് ഇദ്ദേഹം 1,080 രൂപ ടാക്സ് ഇനത്തിൽ വാങ്ങിയിട്ടുണ്ട് CGST എന്ന് പറഞ്ഞ്. അപ്പൊ ആ സംഖ്യ ആർക്ക് കൊടുക്കാനുള്ളതാണ്? CGST ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പൊ അത് എത്ര എഴുതി ഇവിടെ നമ്മൾ? 1,080. പക്ഷെ ഇദ്ദേഹം ഈ 1,080 കംപ്ലീറ്റ് അടക്കൂല. അദ്ദേഹത്തിന് അവിടെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റ് അദ്ദേഹം മൈനസ് ചെയ്തതിന് ശേഷമാണ് ബാക്കി തുക അടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇദ്ദേഹം ഇത് നേരത്തെ അജിത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ CGST ഇനത്തിൽ ആ പർച്ചേസ് ചെയ്തതിന്റെ പുറത്ത് ഇദ്ദേഹത്തിന്, അതിനാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം. ഇൻപുട്ട് ടാക്സ്, അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് അദ്ദേഹത്തിന്. മനസ്സിലായാലോ? പർച്ചേസ് ചെയ്യുന്നതിന്റെ പുറത്തുള്ള ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ് എന്നുള്ളത്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓൾറെഡി 900 രൂപ പോയ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ടാക്സ് അടച്ചു നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിലേക്ക് CGST ഇനത്തിൽ നേരത്തെ വാങ്ങിയതിന്റെ പുറത്ത് 900 രൂപ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇദ്ദേഹം
1080 CGST ഇനത്തിൽ കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ കളക്ട് ചെയ്ത 1080 നിന്നും ഇദ്ദേഹം നേരത്തെ അടച്ചിട്ടുള്ള ആ ഒരു CGSTയുടെ എമൗണ്ട് ഇദ്ദേഹം മൈനസ് ചെയ്യാം. അപ്പോൾ 1080 മൈനസ് ഇട്ടിരിക്കുന്നതാണ് ഇവിടെ 900. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 180 രൂപ ഉണ്ടാവും. ഈ 180 രൂപയാണ് ഇദ്ദേഹം ആർക്ക് അടക്കേണ്ടുന്നത്? സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ കച്ചവടക്കാർക്ക് എന്ത് വരുന്നില്ല? ടാക്സ് ഒന്നും അവരെ പോക്കറ്റിൽ നിന്നും പോണില്ല. മനസ്സിലായല്ലോ? നേരത്തെ ഈ സാധനം വാങ്ങിച്ചപ്പോൾ ഇദ്ദേഹം 900 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. ആ ടാക്സ് ആരെ കയ്യിൽ നിന്ന് ഈടാക്കി? ചന്ദ്രന്റെ കയ്യിൽ നിന്നും ഈടാക്കി. മനസ്സിലായല്ലോ? ചന്ദ്രന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതിൽ നിന്ന് അത് ഈടാക്കിയാണ് ആക്ച്വലി ചെയ്തത്. അപ്പൊ ഇദ്ദേഹം ബാക്കി ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര ഉണ്ട്? 180 രൂപയുണ്ട്. ഈ 180 രൂപ ഇനി അദ്ദേഹം ആർക്ക് അടച്ചു കൊടുക്കും? സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കും. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പം കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകുന്നില്ല. 1080 കളക്ട് ചെയ്യുന്നത് 900 അയാൾ ഓൾറെഡി അടച്ച പൈസ അയാൾ പോക്കറ്റിലിടും. ബാക്കി ആർക്ക് അടച്ചു കൊടുക്കും? സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെയാണ് SGSTയുടെ കേസും. SGST 1080 രൂപ ഇദ്ദേഹം കളക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് SGST പേയബിൾ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 1080 രൂപയുണ്ട്. അതിൽ നിന്ന് നേരത്തെ അദ്ദേഹം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവിടെ ക്ലെയിം ചെയ്യാണ്. അദ്ദേഹം ഓൾറെഡി 900 രൂപ SGST ഇനത്തില് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി എത്ര അടച്ചാൽ മതി? 180 രൂപ അടച്ചാൽ മതി ഇവിടെ. അപ്പൊ 1080 നിന്നും 900 മൈനസ് ആവും, ബാക്കി 180 വരും. അപ്പൊ ഇദ്ദേഹം അടക്കുന്നത് എത്ര രൂപയായിരിക്കും? 180 രൂപയായിരിക്കും അടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇദ്ദേഹത്തിന് കഴിഞ്ഞ സ്റ്റേജിൽ പർച്ചേസ് ചെയ്ത സമയത്ത് നഷ്ടപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ടാക്സ് ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പിടിക്കും, ഈടാക്കും. എന്നിട്ട് ബാക്കി മാത്രമേ കൺസേൺഡ് അക്കൗണ്ടുകളിലേക്ക് അടക്കുന്നുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം. ഇനി നമുക്കിവിടെ നോക്കാം ഈ ഇടപാടിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എങ്ങനെയെന്നുള്ളതാണ്. റവന്യൂ ഏൺഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ ആണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? സപ്ലൈ ബൈ അജിത്ത് ടു ബിജു. അജിത്ത് ബിജുവിന് സപ്ലൈ ചെയ്തല്ലോ ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള റവന്യൂ എത്ര കിട്ടി? 900 കിട്ടി. സ്റ്റേറ്റ് ഗവൺമെന്റിനും 900 കിട്ടി. രണ്ടാമത് ബിജു ചന്ദ്രക്ക് വിറ്റു. ബിജു ചന്ദ്രക്ക് വിറ്റതിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്നത് 180 ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് 180 കിട്ടി. ഓക്കെ, അങ്ങനെ ടോട്ടൽ വാല്യൂ എത്ര വന്നു? ഈ ഇടപാട് നടന്നപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് 1080 രൂപയും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് 1080 രൂപയും കിട്ടി. ഇങ്ങനെയാണ് ഈ ഒരു GSTയുടെ ആ ഒരു മെക്കാനിസം. GST ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. മനസ്സിലായല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പം ആ ഇടപാടിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ സപ്ലയർ ഒരു സ്റ്റേറ്റിലും അതിന്റെ റെസിപ്പിയന്റ് മറ്റൊരു സ്റ്റേറ്റിലേക്കും വരിക. അപ്പോൾ നമുക്ക് നോക്കാം. At the time of interstate supply, the supplier would charge IGST at particular rates on the supply. Interstate supply ആകുമ്പോൾ സപ്ലയർ ചാർജ് ചെയ്യുന്നത് IGST ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്റർസ്റ്റേറ്റിന്റെ കേസിലാണ് എന്ത് വരിക? IGST വരിക. ഇൻട്രാസ്റ്റേറ്റിന്റെ കേസിൽ CGST ആൻഡ് SGST ആയിരിക്കും. അതിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്ലൈ ബൈ രാജു ഓഫ് കേരള ടു സാലിം കേരള. അപ്പൊ ഇത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ തന്നെയാണ്. കേരളത്തിലെ രാജു എന്ന് പറയുന്ന ആൾ കേരളത്തിൽ തന്നെയുള്ള സാലിമിനെ വിൽക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കാം. വാല്യൂ ചാർജ് ഫോർ സപ്ലൈ 10,000 ആണ്. CGST 9%, SGST 9% വിചാരിക്കുക. അപ്പോൾ 900 വന്ന് മൊത്തത്തിൽ രാജു സാലിമിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്, ഈ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈക്ക് ചാർജ് ചെയ്യുന്നത് 11,800 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെ, ആ പേരുകളൊക്കെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രാജു എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ് സപ്ലയർ ആണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തില്ല? ക്രെഡിറ്റ് ഒന്നും ഇല്ല. അപ്പൊ ഈ ക്രെഡിറ്റ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ ക്രെഡിറ്റ് ഇതിൽ ആർക്കും ഉണ്ടാവും? സാലിമിന് ഉണ്ടാവും. കാരണം സാലിമിന്റെ കയ്യിൽ നിന്നാണ് ഈ 900 പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇനി അത് എടുത്ത് വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ രാജുവിന് ക്രെഡിറ്റ് ഇല്ല. രാജുവിന് ക്രെഡിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് അങ്ങനെ ടാക്സ് ഒന്നും നേരത്തെ പേയ്മെന്റ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 900 എടുത്തിട്ട് നേരെ ഈ രാജു എന്ന് പറയുന്ന ആൾ ഗവൺമെന്റിലേക്ക് അടക്കും. മനസ്സിലായാലും തൊട്ട് മുമ്പ് നമ്മൾ അജിത്തിന്റെ കേസിൽ കണ്ട പോലെ. അതാ പറഞ്ഞ അർത്ഥം. ഇനി അതിൽ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബൈ സാലിം. ഇനി സാലിം രാജുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഇദ്ദേഹം, സാലിം എന്നുള്ള ഒരു കച്ചവടക്കാരനെന്ന് വിചാരിച്ചോ, അദ്ദേഹം മനോജ് എന്ന് പറയുന്ന കർണാടകയിലുള്ള ഒരാൾക്ക് വിൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ വാല്യൂ അഡീഷൻ വരുന്നത് 20% ആണെന്ന് കരുതുക.
അങ്ങനെ അദ്ദേഹം ഈ രാജുവിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന സാധനത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ആഡ് ചെയ്യുന്നത് 20% ആണ്. അപ്പൊ ആ 10,000 എന്നുള്ള സാധനം എത്രയായിട്ട് മാറും? 12,000 ആവും. 20% ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന്റെ ബേസിക് വില വരുന്നത് 12,000 ആയിരിക്കും. ഓക്കെ. ഇനി ഇദ്ദേഹം മറ്റൊരു സ്റ്റേറ്റിലേക്കാണല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ ചാർജ് ചെയ്യുന്നത് IGST ആയിരിക്കും. IGST സപ്പോസ് IGST 18% കരുതുക. അപ്പൊ 12,000-ന്റെ 18% വരും. അത് 2,160 രൂപ. അങ്ങനെ മൊത്തം പ്രൈസ് വരിക, സാലിം ചാർജ് ചെയ്യുന്നത് 14,160 രൂപയായിരിക്കും. അതായത് കർണാടകയിലുള്ള മനോജ് ഈ സാധനങ്ങളുടെ വിലയായിട്ട് കൊടുക്കുന്നത് 14,160 രൂപയായിരിക്കും, ഇൻക്ലൂഡിങ് GST. GST ഇവിടെ വരുന്ന IGST ആയിരിക്കും. ഓക്കെ, 14,160. ഇനി അടുത്ത സ്റ്റേജിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് IGST പേബിൾ ടു ഗവൺമെന്റ്. ഗവൺമെന്റിലേക്ക് എത്ര IGST അടക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ IGST പേബിൾ ആയിട്ടുള്ള എത്രയാണ്? 2,160 ആണല്ലോ. കാരണം 2,160 ആണ് ഈ ഇടപാടിൽ ആര് കളക്ട് ചെയ്തത്? സാലിം മനോജിൽ നിന്നും കളക്ട് ചെയ്തത് 2,160 രൂപയാണ്. അപ്പൊ അത് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടുന്ന തുകയാണ് 2,160. ഇനി അത് എത്ര അടക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പൊ IGST പേബിൾ 2,160. ഇതിൽ നിന്നും ഇയാൾക്ക് എന്തുണ്ട്? CGST ക്രെഡിറ്റും ഉണ്ട്, നേരത്തെ SGST ക്രെഡിറ്റും ഉണ്ട് അല്ലെ. സാലിം ഓൾറെഡി 900 അടച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ IGST കളക്ട് ചെയ്തതിൽ നിന്നും ഇദ്ദേഹത്തിന് ഓൾറെഡി കൊടുത്തിട്ടുള്ള CGST SGST ക്രെഡിറ്റുകൾ മൈനസ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം 2,160 കളക്ട് ചെയ്തതിൽ നിന്നും ഓൾറെഡി അടിച്ച CGST ക്രെഡിറ്റ് 900-ഉം SGST ക്രെഡിറ്റ് 900-ഉം അദ്ദേഹം മൈനസ് ചെയ്യും. അപ്പോൾ 9 9 18 1,800 രൂപ ഇദ്ദേഹം അവിടുന്ന് മൈനസ് ചെയ്യും. കാരണം ആ ടാക്സ് അദ്ദേഹം അടച്ചതാണ് നേരത്തെ. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് IGST ഇനത്തിൽ സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നത് എത്രയായിരിക്കും? 360 ആണ്. അപ്പോ ഈ ഇടപാട് നടന്നാൽ സാലിം 2,160 രൂപ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഗവൺമെന്റിലേക്ക് അടക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നത്, IGST സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് പോകുക, അത് 360 രൂപ മാത്രമാണ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ബാക്കി തുക അയാളുടെ പോക്കറ്റിലേക്ക് ഇടുന്നു എന്നുള്ളതാണ്. കാരണം അയാൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടത്, അതവിടെ ഈടാക്കുന്നത് മാത്രം. അല്ലാതെ അദ്ദേഹം അത് ഗവൺമെന്റിലേക്ക് അടക്കാതെ വെട്ടിപ്പ് നടത്തുന്നല്ല അതിന്റെ അർത്ഥം. ഇനി ഇവിടെ വേറെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് the IGST charged from Manoj of Karnataka for supply of goods services will be remitted by Salim of Kerala to the appropriate account of central government. നമ്മൾ കണ്ടു, സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിലേക്ക് അടക്കും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? ഈ IGST ഇടപാടിൽ ശരിക്കും സെൻട്രൽ ഗവൺമെന്റിലാണല്ലോ കിട്ടേണ്ടുന്നത്. 2,160 രൂപ കിട്ടണം. പക്ഷെ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് കിട്ടുന്നത് എത്രയേ ഉള്ളൂ? 360 രൂപയേ ഉള്ളൂ. 360 രൂപയെ കിട്ടുന്നുള്ളൂ. ബാക്കി ഈ സാലിം എന്ന് പറയുന്ന വ്യക്തി ഇവിടെ സ്റ്റേറ്റ് SGST ക്രെഡിറ്റ് 900 രൂപയും കൂടെ അദ്ദേഹത്തിന്റെ എമൗണ്ടിൽ നിന്ന്, അദ്ദേഹം കളക്ട് ചെയ്ത എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തല്ലോ. പക്ഷെ ഈ 900 രൂപ ശരിക്കും ആർക്ക് കിട്ടേണ്ടുന്നതാണ്? സെൻട്രൽ ഗവൺമെന്റിലേക്ക് കിട്ടേണ്ടുന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഈ ഒരു കേരള ഇദ്ദേഹം ഈ IGSTയുടെ സമയത്ത് 900 രൂപ ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്തില്ലേ? ഈ യൂട്ടിലൈസ് ചെയ്ത ക്രെഡിറ്റ് പിന്നീട് ഈ സ്റ്റേറ്റ് ഓഫ് കേരള സെൻട്രൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ SGST ക്രെഡിറ്റ് ഇദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു. ആ 900 രൂപ എടുത്തിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ്. മനസ്സിലായല്ലോ? അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് 900 രൂപ സ്റ്റേറ്റ് SGST ക്രെഡിറ്റ് ആയിരുന്നു. അത് ഇദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് കേന്ദ്രത്തിന് കിട്ടേണ്ടുന്ന IGST ആകുമ്പോൾ കേന്ദ്രത്തിനാണ് അത് ടാക്സ് കിട്ടേണ്ടുന്നത്. 2,160 രൂപ കേന്ദ്രത്തിന് കിട്ടണം. പക്ഷെ അത് കേന്ദ്രത്തിന് ഇവിടെ കിട്ടുന്നില്ലല്ലോ. കേന്ദ്രത്തിന് കിട്ടുന്നത് എത്രയാണ്? 360 ഈ ഇടപാട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി അദ്ദേഹം കേന്ദ്രത്തിന് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഇടപാടിൽ ഒരു 900 രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തതിൽ നിന്ന് കിട്ടുന്നത് IGST കിട്ടുന്നത് ഇവിടെ 360 ആണ്. അപ്പോൾ ഒരു 900 കൂടെ അവിടെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകാനുണ്ടല്ലോ. അത് ഇദ്ദേഹം അടക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം അത് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട്, ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ആ എമൗണ്ട് എടുത്തിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടക്കും. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ടോട്ടൽ കിട്ടാനുള്ളത് ഈക്വൽ ആവും. മനസ്സിലായല്ലോ? ഇനി
ഇതിന്റെ ബാക്കിയാണ്, ഒരു സ്റ്റേജ് കൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി സി, ഇവിടെ മനോജിനാണല്ലോ വിറ്റത്, മനോജ് IGST ഒക്കെ അടച്ചു. ഇനി സപ്ലൈ ബൈ മനോജ് ഓഫ് കർണാടക ടു കൃഷ്ണപ്പ ഓഫ് കർണാടക. ഇനി ഈ മനോജിന് എന്ന് പറയുന്ന കച്ചവടക്കാരനായിരുന്നു എന്ന് വിചാരിച്ചോ, അതേപോലെ കേരളത്തിൽ നിന്ന് സാധനം അദ്ദേഹത്തിന്റെ കടയിലേക്ക് ഇറക്കി. ഇനി അദ്ദേഹത്തിന്റെ ഒരു ലോക്കൽ കൺസ്യൂമറിന് അത് വിൽക്കുകയാണ്. കർണാടകത്തിൽ തന്നെയുള്ള ആൾക്കാണ് വിൽക്കുന്നത്. അപ്പോൾ വരുന്നത് എന്താണ്, അവിടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. ഓക്കെ, അവിടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുന്നു. അപ്പൊ അദ്ദേഹം ആ ഇറക്കിയിട്ടുള്ള പ്രൊഡക്ട്സിലേക്ക് 20% വാല്യൂ അഡീഷൻ ചെയ്യാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അത് എത്തിയത് 12,000 ആയിരുന്നല്ലോ. 12,000 സാധനമാണ് അദ്ദേഹം വാങ്ങിയത്. ടാക്സ് ഇൻക്ലൂഡിങ് അല്ല കേട്ടോ, ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സംഭവം പറയുന്നത്. അപ്പൊ 12,000 ഇദ്ദേഹം 20% വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ ടോട്ടൽ വാല്യൂ എത്ര വന്നു, 14,400 വന്നു. അങ്ങനെ ഇദ്ദേഹം അത് ലോക്കൽ സപ്ലൈ ആണ്. അപ്പോൾ CGST SGST ആണ് വരിക, 9% വെച്ചിട്ട് ചാർജ് ചെയ്യുന്നു. അങ്ങനെ 1,296 വീതം രണ്ടും വരും. അങ്ങനെ ഈ കസ്റ്റമർക്ക് ഇദ്ദേഹം വിൽക്കുന്നത് 16,992 രൂപക്കാണ്, 16,992. അപ്പൊ കസ്റ്റമർ എത്ര കൊടുക്കേണ്ടി വരും, 16,992 കൊടുക്കണം. ഇദ്ദേഹം ടാക്സ് എത്ര കളക്ട് ചെയ്തു, 1,296 വെച്ചിട്ട് കളക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇദ്ദേഹം ഈ മനോജ് എത്ര ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കണം, കാരണം അദ്ദേഹം ഇവിടെ ടാക്സ് കളക്ട് ചെയ്തല്ലോ. ഈ കളക്ട് ചെയ്ത ടാക്സ് അദ്ദേഹം അവിടേക്ക് അടക്കേണ്ടതാണ്. സെൻട്രൽ ഗവൺമെന്റിലേക്ക് 9% പോകണം, SGST ഇട്ടും 9% കളക്ട് ചെയ്യേണ്ടത്, അത് കൺസേൺഡ് അക്കൗണ്ടിലേക്ക് അടക്കണം. ഇനി ഇദ്ദേഹം അടക്കുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം ഓൾറെഡി കേരളത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ IGST ഇനത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, 2,160 രൂപ അദ്ദേഹം ടാക്സ് അടച്ചില്ലേ. ഇവിടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം, അത് ആ ഒരു സംഖ്യ കണ്ടോ. ഇവിടെ ഇദ്ദേഹം 12,000 രൂപ കൊടുത്ത് 12,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ 2,160 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ സാധനമാണ് ഇദ്ദേഹം രണ്ടാമത് വിൽക്കുന്നത്. അപ്പോൾ അതിന്റെ പുറത്ത് ഇങ്ങനെ 1,196 രൂപ വീതം അദ്ദേഹം ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വരും. അത് എത്ര എന്നുള്ളതാണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു IGST ഇടപാട് വന്നു, ഇനി അത് ഇൻട്രാ സ്റ്റേറ്റിലേക്ക് പോകുന്നു. CGST ഇതേ എത്ര കൊടുക്കണം, 1,296 കൊടുക്കണം. 1,296 CGST കൊടുക്കണം. ഓക്കെ, ലെസ് ക്രെഡിറ്റ് ഓഫ് IGST. അപ്പൊ ഈ CGST കൊടുക്കാനുള്ളതിൽ നിന്നും ഇദ്ദേഹത്തിന് ഓൾറെഡി IGST ക്രെഡിറ്റ് ഉണ്ട്. IGST ക്രെഡിറ്റ് എത്രയുണ്ട്, 2,160 ഉണ്ട് IGST ക്രെഡിറ്റ് അല്ലെ. അയാൾ മൊത്തം കൊടുത്തിട്ടുള്ള IGST ഇനത്തിൽ 2,160 വന്നില്ലേ. അപ്പൊ അത്രത്തോളം മൊത്തം അദ്ദേഹത്തിന് 2,160 രൂപ IGST ക്രെഡിറ്റ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ CGST 1,296 അപ്പൊ അത് കംപ്ലീറ്റ് അയാൾക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാലോ. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രം മൈനസ് ചെയ്യാം. 2,160 ക്രെഡിറ്റിൽ നിന്ന് അദ്ദേഹത്തിന് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക ഇതിന് ഈക്വൽ ആയിട്ടുള്ള തുകയായിരിക്കും, 1,296. അപ്പൊ അത് മൊത്തം അദ്ദേഹം IGST ക്രെഡിറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോ ഇദ്ദേഹം CGST എന്ന രൂപത്തിൽ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഒന്നും കൊടുക്കാനില്ല, നില്ലാവും. ഓക്കെ, ഇനി അദ്ദേഹത്തിന് SGST പേബിൾ ഉണ്ട്. ഇതുപോലെ തന്നെ SGST എത്ര അടക്കാനുണ്ട്, അതായത് കർണാടക സ്റ്റേറ്റിലേക്ക് പോകാനുള്ളതുണ്ട് 1,296. ഈ 1,296 പോകാനുള്ളത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ IGST ക്രെഡിറ്റ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തില്ലല്ലോ. 2,160 അദ്ദേഹത്തിന് കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എത്രയേ ഉള്ളൂ, 1,296 ഇവിടെ കണ്ട ബ്രാക്കറ്റിൽ 2,160 മൈനസ് 1,296 ഉള്ളൂ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ബാക്കി എത്രയും കൂടെ ചെയ്യാനുണ്ട്, 864 രൂപയും കൂടെ ഇദ്ദേഹത്തിന് ടാക്സ് അടച്ചത് ഈടാക്കാനുണ്ട്. അതാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ 1,296 സ്റ്റേറ്റിൽ കൊടുക്കാനുള്ളതിൽ നിന്നും ഈ 864 അദ്ദേഹം മൈനസ് ചെയ്യും. എന്നിട്ട് ബാക്കി SGST ആയിട്ട് 432 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഇദ്ദേഹം അടക്കുന്നു. ഓക്കെ, ഇദ്ദേഹം ചെയ്യുന്ന ഇടപാട് എങ്ങനെയായിരിക്കും. ഇനി ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് വിൽ ട്രാൻസ്ഫർ IGST, കാരണം ഇവിടെ സ്റ്റേറ്റിന് കിട്ടുന്ന എത്രയേ ഉള്ളൂ, 432 ഉള്ളൂ അല്ലെ. 432 രൂപ ഇവിടെ സ്റ്റേറ്റിന് കിട്ടുന്നുള്ളൂ. സ്റ്റേറ്റിന് ഈ ഇടപാടിൽ കിട്ടേണ്ടിരുന്നത് ആക്ച്വലി എത്രയാണ്, 1,296 രൂപ കിട്ടണ്ടേ. ഇദ്ദേഹം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ പൈസ ആറിലേക്ക് പോകുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്നത് പോലെ പോകുന്നുണ്ട്. അവിടെ സ്റ്റേറ്റിന് കിട്ടേണ്ട എമൗണ്ട് കിട്ടുന്നുമില്ല. സ്റ്റേറ്റിന് കിട്ടേണ്ടുന്നത് 1,296 ആണ്. പക്ഷേ ഇദ്ദേഹം അടക്കുന്നത് സ്റ്റേറ്റിൽ എത്രയുള്ളൂ, 432 ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്ര കൂടെ സ്റ്റേറ്റിന് കിട്ടണം, ഇത് 1,296 ആണെങ്കിൽ ഇദ്ദേഹം
ഇതേ ഈ -0 864 കിട്ടണം. അപ്പൊ ഈ 864 സെൻട്രൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? കർണാടക സ്റ്റേറ്റിന്റെ എടുത്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള IGST ക്രെഡിറ്റ് ആയ 864 ഈ കർണാടക സ്റ്റേറ്റിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ ഈക്വൽ ആവുമല്ലോ. അതായത് 864 സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്ത തുകയും 432 ഈ അടക്കം തുകയും കൂടെ ചേർത്താൽ എത്രയായി? 1296 അതിന്റെ ഒരു മെക്കാനിസം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്. നേരത്തെ ഉള്ള എക്സാമ്പിൾ നിങ്ങൾ കണ്ടല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യും. ഈ എക്സാമ്പിൾ ഇങ്ങനെ വന്നപ്പോൾ എന്തായി? സെൻട്രൽ ഗവൺമെന്റ് എടുത്ത് കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു രീതിയിലാണ്. അല്ലാതെ അവിടെ ഈ കസ്റ്റമർ അല്ലെങ്കിൽ ടാക്സ് അടക്കുന്ന വ്യക്തി അല്ല അത് ചെയ്യുന്നത്. അയാൾ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പൊ നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാൽ. അത് മാത്രം വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡിയൽ ലിമിറ്റഡ് സിറ്റുവേറ്റഡ് ഇൻ കോഴിക്കോട് ഹാസ് ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അവരുടെ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. അതായത് അവർ റോ മെറ്റീരിയൽ സ്റ്റേറ്റിനകത്ത് നിന്ന് വാങ്ങിച്ചു 2 ലക്ഷം രൂപ. ഈ അവര് വിറ്റത് 3,35,000 രൂപക്ക്. ഓക്കെ, ഇവിടെ നെറ്റ് GST പേബിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു എന്ന് വരാം. കഴിഞ്ഞ വർഷത്തിൽ ഇല്ലുസ്ട്രേഷൻ വെച്ചുകൊണ്ട് ചോദിച്ച സ്ഥിതിക്ക് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. അസ്യൂം CGST is 5% and SGST is 5%. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം, പ്രശ്നമില്ല. കാൽക്കുലേഷൻ ചെയ്യാൻ ഏതാണ് എളുപ്പമെങ്കിൽ ആ റേറ്റ് എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് നെറ്റ് GST പേബിൾ. പർട്ടിക്കുലേഴ്സ് വരുന്നത് എന്താണ്? ഔട്ട്പുട്ട് ടാക്സ് ലെവലിറ്റി എത്ര വരിക? ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ സെയിലാണ്. സെയിൽ ചെയ്യുന്നത് 3,35,000 അല്ലേ? അപ്പൊ അതിന്റെ പുറത്ത് ടാക്സ് കളക്ട് ചെയ്യും ഇയാള്. ഐഡിയൽ ലിമിറ്റഡ് കളക്ട് ചെയ്യുന്നു. അപ്പൊ CGST എത്ര കളക്ട് ചെയ്യും? 3,35,000 ആണ് വിൽപ്പന വില ഇൻറ്റു 5% CGST ആയിട്ടും SGST ആയിട്ടും സെയിം എമൗണ്ട് കളക്ട് ചെയ്യും. അങ്ങനെ CGST ഇനത്തിൽ 16,780 രൂപ കളക്ട് ചെയ്യുന്നു. SGST ആയിട്ട് 16,780 രൂപയും കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ കളക്ട് ചെയ്ത് മൊത്തം ഗവൺമെന്റിലേക്ക് അടക്കൂല. നേരത്തെ ഇവർ പർച്ചേസ് ചെയ്ത സമയത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ലെസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലക്ഷം രൂപക്കല്ലേ ഇവർ റോ മെറ്റീരിയൽസ് വാങ്ങിയത്. അപ്പൊ ആ സമയത്ത് അവർ ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ട്. 5% വീതം തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ CGST ഇനത്തിൽ അവർ ഓൾറെഡി 2 ലക്ഷം രൂപയുടെ പുറത്ത് 5% 10,000 അടച്ചിട്ടുണ്ട് CGST ആയിട്ട്. SGST ആയിട്ടും ഇതുപോലെ തന്നെ 10,000 അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വളരെ സിമ്പിൾ ആണ്. വിറ്റപ്പോൾ 16,780 കളക്ട് ചെയ്തു, വാങ്ങിയപ്പോൾ 10,000 കൊടുത്തു. അപ്പൊ ബാക്കി ഉള്ള തുക മാത്രം കൊടുത്ത തുക കഴിച്ച് ബാക്കി 6,780 ആണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് CGST ഇനത്തിൽ ടാക്സ് പേബിൾ ആയിട്ടുള്ളത്. അതുപോലെ SGSTയിൽ അതുപോലെ തന്നെയാണ്. 16,780 രൂപ ഇപ്പോൾ ടാക്സ് കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിന് ഇവര് കച്ചവടക്കാരൻ ഓൾറെഡി അതിന്റെ പുറത്ത് അടച്ച ടാക്സ് ആൾ ചെലവഴിച്ച തുക 10,000 ഉണ്ടായിരുന്നു. അപ്പൊ ആ കളക്ട് ചെയ്തതിൽ നിന്ന് ഇദ്ദേഹത്തിന് ഈ 10,000 മൈനസ് ചെയ്ത് ബാക്കി 6,780 ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. ഇപ്പോൾ ടാക്സ് പേബിൾ എമൗണ്ട് രണ്ടും ഈക്വൽ ആണ്, CGSTയും SGSTയും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കച്ചവടക്കാർക്കൊന്നും എന്ത് വരുന്നില്ല, ടാക്സ് അവരെ പോക്കറ്റിൽ നിന്ന് വരുന്നില്ല. അതാണ് ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണെന്ന് പറയുന്നത്. ആര് കൺസ്യൂം ചെയ്യുന്നോ അൾട്ടിമേറ്റ് ടാക്സ് ബർഡൻ വരുന്നത്, ടാക്സ് ലയബിലിറ്റി വരുന്നത് ആർക്ക് തന്നെയാണ്? കസ്റ്റമർക്ക് തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ ഇവിടെ നോക്കാം. ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസ് ആണ്. ഇന്റർ സ്റ്റേറ്റ് സെയിലും പർച്ചേസും വരെയാണ്. IGSTയുടെ കേസാണ്. സെയിൽസ് എമൗണ്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റിന് പുറത്താണ് വിറ്റത് 2 ലക്ഷം രൂപയ്ക്ക്. പർച്ചേസ് എമൗണ്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്. അതും 2,20,000 രൂപയാണ്. ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ GST റേറ്റ് തന്നിട്ടുണ്ട്. അതിൽ CGST 9%, SGST 9% കാൽക്കുലേറ്റ് GST പേബിൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മളോട് GST റേറ്റ് 9, SGST 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടപാട് നടന്ന സ്റ്റേറ്റിന്റെ പുറത്താണെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ പുറത്താകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് മാറും? IGST ആയിട്ട് മാറും. IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? CGST പ്ലസ് അപ്രോക്സിമേറ്റ്ലി SGST ആണല്ലോ. അപ്പോൾ ഇവിടെ 9 18% ഇതിൽ IGST ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യുക. ഇത് രണ്ടും കൂടെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ IGST ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ പെർട്ടിക്കുലേഴ്സ് നോക്കാം. ഔട്ട്പുട്ട് GST എത്ര വരും? ഔട്ട്പുട്ട് എത്രയാണ്? സെയിലാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം രൂപയുടെ
പുറത്ത് GST എത്ര വരിക? 36,000. 36,000 എങ്ങനെ കിട്ടുന്നത്? 18% വെച്ചിട്ടാണ് കേട്ടോ. 2,00,000-ന്റെ 18% ആണ്. അങ്ങനെ റേറ്റ് ഇതിലില്ല, ക്വസ്റ്റ്യനിലില്ല. നമ്മൾ 2 GST റേറ്റും കൂട്ടിയെടുത്തിട്ടാണ് അത് GST ആക്കുന്നത്. 36,000 രൂപ. ഇൻപുട്ട് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങിച്ചതിന്റെ പുറത്തുള്ള GST അവരെ കൊടുത്തത്, വാങ്ങിച്ചതിന്റെ തുക 2,20,000 രൂപയാണ്. അതിന്റെ പുറത്ത് GST ഉള്ളത് 39,600 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് GST 39,600ഉം ഔട്ട്പുട്ട് GST 36,000 ആണ്. ചുരുക്കി പറഞ്ഞാൽ 39,600 ഇവർ ടാക്സ് അടച്ചിട്ടുണ്ട് ഈ കച്ചവടക്കാരൻ ഓൾറെഡി. അത് വിറ്റപ്പോൾ കിട്ടിയ ടാക്സ് എത്രയേ ഉള്ളൂ? 36,000 ഉള്ളൂ. അപ്പൊ മൊത്തം അയാൾ ഇറക്കി, അയാൾ കയ്യിൽ നിന്ന് ചെലവഴിച്ച ടാക്സ് തുക മൊത്തം അയാൾ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് GST പേബിൾ ഈ ക്വസ്റ്റ്യനിൽ 0 ആയിരിക്കും. അദ്ദേഹം പിന്നെ ഈ കളക്ട് ചെയ്ത GST ഒന്നും അടക്കണ്ട. കാരണം 36 കിട്ടിയുള്ളൂ, ഇയാൾ 39,600 ഇയാളെ പോക്കറ്റിന് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇയാൾക്ക് അവിടെ കിട്ടാനല്ലേ, അതുകൊണ്ട് വീണ്ടും അയാൾക്ക് GST ക്രെഡിറ്റ് കിടക്കുകയാണ് അവിടെ. അപ്പോൾ GST ക്രെഡിറ്റ് എത്ര ഉണ്ടായിരിക്കും? ഡിഫറൻസ് വരിക 39,600 മൈനസ് 36, 3,600 GST ക്രെഡിറ്റ് അയാൾക്ക് കിടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതിനി അടുത്ത ഇടപാടിൽ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം, ആ രീതിയിൽ വരും. ഇനി സിൻസ് ഗുഡ്സ് ആർ സോൾഡ്, ഇവിടെ താഴെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഉത്തരം ഇത്രയേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ഗുഡ്സ് ആർ സോൾഡ് ഔട്ട്സൈഡ് സ്റ്റേറ്റ്, പുറത്താണ്, സ്റ്റേറ്റ് പുറത്തായതുകൊണ്ട് IGST ചാർജ് ചെയ്യും. GST എന്ന് പറയുമ്പോൾ 9% പ്ലസ് 9% അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ലാസ്റ്റ് നോട്ട് കണ്ടോ, ഹിയർ IGST ഇൻപുട്ട് ഈസ് മോർ ദാൻ IGST ഔട്ട്പുട്ട്. IGST ഇൻപുട്ട് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് അപ്പോഴാണ് ഇറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റ്. അതാണ് അതിനെ ക്രെഡിറ്റ് എന്ന് പറയുന്നതെന്നാണ്. ക്രെഡിറ്റ് എന്ന് ഇവിടെ കടം എന്നുള്ള ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ. ആ ഒരു ഉദ്ദേശത്തിലല്ല അവിടെ ക്രെഡിറ്റ് എന്നുള്ളത് പറയുന്നത്. ഈ വ്യത്യാസം മനസ്സിലായാലോ? അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട ചെയ്താലും ചില ക്വസ്റ്റ്യൻസ്, ബാക്കിയൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു ബേസിക് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ ഒരു 3rd മൊഡ്യൂൾ അവസാനിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. രജിസ്ട്രേഷൻ അണ്ടർ GST എന്നതാണ് ആ ഒരു യൂണിറ്റ് വരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.